Hello all. Welcome to another session of orientation program OP 11.0 session 9 syllabus decode clinic BBA. അപ്പൊ ഇന്ന് നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ OP 11.0 സെഷൻ 9 അതായത് സിലബസ് ഡീകോഡ് ക്ലിനിക് എന്ന് പറയുന്നത് സെഷൻ 9ലാണ് നമ്മളിപ്പം എത്തി നിൽക്കുന്നത്. ആൻഡ് ഈ ഒരു സെഷൻ ഇന്നിപ്പം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ പേര് അനുഷ്യ, ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ മെന്ററാണ്. എന്റെ കൂടെ ദുർഗ മാം ഉണ്ട്, മാമും കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ മെന്ററാണ്. അതേപോലെ റെക്കോർഡിംഗിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ നിമിഷ മാമും ഉണ്ട്, മാമും കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. വൺസ് അഗെയിൻ ഞാൻ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇത്രയും ഇതുവരെയുള്ള കഴിഞ്ഞ എല്ലാ സെഷൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, നല്ല ആക്റ്റീവായിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവും നമുക്കറിയാം. ഇതുവരെയുള്ള എല്ലാ കഴിഞ്ഞ സെഷൻസും ഭയങ്കര ജനറൽ ആയിട്ടുള്ള കുറച്ച് കോമൺ സെഷൻസ് ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇഗ്നോ അല്ല നമ്മൾക്കിപ്പം BBA ജോയിൻ ചെയ്തിട്ടുള്ള ലേണേഴ്സ് മാത്രമാണ് ഈ ഒരു സെഷനിൽ ഉണ്ടാവുന്നത്. BBA കോഴ്സിന് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങളുടെ കോഴ്സസ്, നിങ്ങളിപ്പോ ഈ ഒരു ഫസ്റ്റ് ഇയർ നമ്മൾ ഏതൊക്കെ കോഴ്സസ് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. കാര്യം നമ്മളിപ്പോ ഓൺ ബോർഡിംഗ് ടൈമിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ യൂണിറ്റ് ആക്കിയിട്ട് ബ്ലോക്ക് എന്ന രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും മെന്റേഴ്സ് ഒക്കെ. സ്റ്റിൽ എങ്കിലും നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഇന്ന് PPTയോട് അതിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ആ ഒരു കാര്യങ്ങൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ. എല്ലാവരും ശ്രദ്ധിച്ചാൽ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഇതിൽ മെയിൻലി നമുക്ക് കോഴ്സസ് ഉണ്ട്, അതേപോലെ ബ്ലോക്ക്, യൂണിറ്റ്, ഇങ്ങനെ മൂന്നെണ്ണാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 3 ഫാക്ടേഴ്സ് പറയുന്നത്. അപ്പൊ ഇത് കോഴ്സസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കോർ പേപ്പർ അല്ലെങ്കിൽ ഇലക്ടീവ് പേപ്പേഴ്സ് നമ്മുടെ സബ്ജക്റ്റിൽ, അതിനാണ് നമ്മൾ കോഴ്സസ് എന്ന രീതിയിൽ ടേം എന്ന് പറയുന്നത്. കോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റിനെയാണ് നമ്മൾ കോഴ്സസ് എന്ന് പറയുന്നത്. പിന്നെ ബ്ലോക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ നമ്മൾ ഫെർദർ ഡിവൈഡ് ചെയ്യും, ഒരു തെമാറ്റിക്കൽ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. മേ ബി ഒരു 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 ബ്ലോക്ക് വരെയൊക്കെ ആയിരിക്കും ഓരോ സബ്ജക്ട്സും ഉണ്ടാവുന്നത്. അതിനെ വീണ്ടും ഫെർദർ ഡിവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റഡി ചാപ്റ്റേഴ്സ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ 1 ഇയറിലുള്ള ഓരോ സബ്ജക്റ്റിലും നമുക്ക് എത്ര ബ്ലോക്കുകൾ ഉണ്ട്, എത്ര യൂണിറ്റ്സ് ഉണ്ട്, ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ ഡീറ്റെയിൽ ചെയ്തിട്ട് പോകും. ഇതിൽ നമുക്ക് മെയിൻലി ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് മെയിൻലി ഫസ്റ്റ് ആ ഒരു സ്ട്രക്ചർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദാറ്റ് ഇസ് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു BBA പ്രോഗ്രാമിൽ നമുക്ക് അതിന് എത്ര ക്രെഡിറ്റ് വരുന്നുണ്ട്, എത്ര ബ്ലോക്കുകൾ വരുന്നുണ്ട് ഓരോ സബ്ജക്റ്റിലും, എത്ര യൂണിറ്റ്സ് വരുന്നുണ്ട്, അതെല്ലാം പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സെഷനിലൂടെ സാധിക്കും. അതേപോലെ നമ്മുടെ സിലബസിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. നമുക്ക് മെയിൻലി കോഴ്സ് കോഡുകളായിരിക്കും, നമുക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോരോ കോഡ്, ലൈക്ക് BCOC 131 അല്ലെങ്കിൽ BCOC 132 അങ്ങനെ കോഡായിരിക്കും. നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ ആ കോഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ എല്ലാ സബ്ജക്ട്സും നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് നമ്മുടെ റിസോഴ്സസ്. അതായത് നമുക്കിപ്പം നമ്മുടെ ലേൺ വൈസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ റിസോഴ്സസും, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ സഹായിക്കുന്ന ടൂൾസും, അതൊക്കെ നമ്മൾ ഏതൊക്കെയാണ് അവൈലബിൾ ആവുന്നത്, അത് നമ്മുടെ സിലബസിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. ഏതൊക്കെയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ലേണിംഗ് ടൂൾസും, അത് വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് എഫിഷ്യന്റ് ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സെഷനിലൂടെ മനസ്സിലാവും. മെയിൻ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അജണ്ട എന്ന് പറയുന്നതും അത് തന്നെയാണ്. നമ്മുടെ ആ ഒരു ക്രെഡിറ്റ് സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക, അതേപോലെ കോഡുകൾ, സബ്ജക്ട് കോഡുകൾ, ആ ഒരു ഹൈറാർക്കി എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മുടെ ഒരു ഓവറോൾ ആയിട്ട് നമ്മുടെ BBAയുടെ പ്രോഗ്രാം വ്യൂ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഒരു ഡീറ്റെയിൽഡ് ഡീകോഡിംഗ് ആണ്. നമ്മളിപ്പോ ഈ ഒരു 1 ഇയറിലുള്ള 8 മെയിൻ കോർ കോഴ്സസ് ആണ്, അല്ലെങ്കിൽ 8 സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് 1 ഇയറിൽ, ഫസ്റ്റ് സെമിസ്റ്ററും സെക്കൻഡ് സെമിസ്റ്ററും രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് 1 ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിനെ നമ്മൾ യൂണിറ്റ് വൈസ് ആയിട്ടും ബ്ലോക്ക് വൈസ് ആയിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡീകോഡ് ചെയ്ത് തരുന്നുണ്ട്. അതേപോലെ ലേണിംഗ് സപ്പോർട്ട് മാപ്പിംഗും കൂടെ നമ്മൾ ചെയ്തു തരുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഇഗ്നോയിൽ നമുക്ക് ഈ ഒരു സിലബസിനെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് അറിയാം, BBA ആണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് കോഴ്സസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സബ്ജക്റ്റിന്റെ പേരാണ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് കോഡായിട്ടാണ് നമുക്ക് യൂഷ്വലി ഇതിൽ നമ്മുടെ ഹോൾ ടിക്കറ്റ് ആയാലും നിങ്ങളിപ്പോ എവിടെ എടുക്കുകയാണെങ്കിലും നമുക്ക് മെയിൻലി വരുന്നത് കോഡായിട്ടായിരിക്കും വരിക. BCOC 132 അല്ലെങ്കിൽ BCOC 131 എന്നുള്ള രീതിയിലുള്ള കോഡായിട്ടായിരിക്കും, അല്ലെങ്കിൽ BRL 113 എന്നുള്ള പറഞ്ഞ കോഡായിട്ടായിരിക്കും നമുക്ക് എപ്പോഴും കാണുന്നത്. പിന്നെ ബ്ലോക്ക് ആണ്. ബ്ലോക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹോൾ സബ്ജക്റ്റിന് ഒരു 5 to 6 അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നതിന്, ഒരു വോള്യൂം ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് ബ്ലോക്ക് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. ആൻഡ് ഈ ഒരു ബ്ലോക്കിനെ ആയിരിക്കും ഫെർദർ യൂണിറ്റുകളായിട്ട് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോ ബ്ലോക്കിലും സർട്ടൻ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ യൂണിറ്റ്സുകൾ ഉണ്ടാവും. ഇതില് മെയിൻലി കോഴ്സ് കോഡ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ കോഡിനും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഇതാണ്. റിപ്പീറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. ഓരോ സബ്ജക്റ്റിനും ഓരോരോ യുണീക്ക് ആയിട്ടുള്ള കോഡുകളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ ബ്ലോക്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് യൂണിറ്റ് ആണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പം 15 യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിനെല്ലാം കാറ്റഗറൈസ് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ബ്ലോക്കുകളും
വരുന്നത്. പിന്നെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി നിങ്ങൾ ക്രെഡിറ്റ് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്റ്റഡി ലോഡിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ എത്ര അവേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ വരുന്നത് എന്നുള്ളതാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ചില സബ്ജക്ട് നമുക്ക് 6 ക്രെഡിറ്റ് ഉണ്ട്, ചില സബ്ജക്ട് 4 ക്രെഡിറ്റ് ഉണ്ട്. 6 ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹോൾ സെമിസ്റ്ററിൽ 180 ഹവേഴ്സ് ആയിരിക്കണം ആ ഒരു സബ്ജക്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലോട്ട് ചെയ്യേണ്ട ടൈം. ഇനി 4 ക്രെഡിറ്റ് എന്ന് പറയുന്നതാണെങ്കിൽ നമുക്ക് 120 അവേഴ്സ് ആയിരിക്കും നമ്മൾ ആ ഒരു സബ്ജക്ട് 4 ക്രെഡിറ്റിന് ഒരു സബ്ജക്ട് പഠിക്കാൻ വേണ്ടി അലോട്ട് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് that is 120 hours ആയിരിക്കണം. സോ അതാണ് 6 ക്രെഡിറ്റും 4 ക്രെഡിറ്റും രണ്ട് രീതിയിൽ നമുക്ക് സബ്ജക്ട്സ് വരാറുണ്ട്. പിന്നെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു നമുക്ക് പഠിക്കാൻ വേണ്ടി ഒന്നുകൂടി ചെറിയ രീതിയിലുള്ള വരുന്ന ഒരു മോഡ്യൂൾ ആണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ചാപ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ ഒരു ടോപ്പിക് കവർ ചെയ്യുന്നുണ്ടോ, അതിന് ഒബ്ജക്റ്റീവ്സ് സമ്മറി കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ കുറച്ചുകൂടി ചെറിയ രീതിയിലേക്ക് കുറച്ചുകൂടി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള ദാറ്റ് ഇസ് ബ്ലോക്കിനെ ഫർദർ ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഒരു ഓവറോൾ ആയിട്ട് നമ്മളൊരു പ്രോഗ്രാം സ്നാപ്ഷോട്ട് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ഓവറോൾ ആയിട്ട് 1 ഇയറിൽ വി ആർ ഹാവിംഗ് 8 കോഴ്സസ് ആണ് നമുക്ക് വരുന്നത്. ആൻഡ് അതിൽ ടോട്ടലി ഈ 8 കോഴ്സിനും പഠിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ ആയിട്ടുള്ള നമ്മുടെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 42 ക്രെഡിറ്റ്സ് ആണ്. അതായത് 42 ഹവേഴ്സ് ആണ് ടോട്ടൽ ആയിട്ട് ക്രെഡിറ്റ് വരുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് 2 ടൈപ്പ് ക്രെഡിറ്റ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ക്രെഡിറ്റും ഉണ്ട്, അതേപോലെ 6 ക്രെഡിറ്റിൽ വരുന്ന പേപ്പേഴ്സും നമുക്ക് ഈ ഒരു 1 ഇയറിൽ പഠിക്കാനുണ്ട്. സോ ഇതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. BCOC 132, BEVAE 181, BCOS 183, BEGLA 136, BCOC 133, BCOC 131, ECO 07, BRL 113. സോ ഇത്രയും 8 കോഡുള്ള സബ്ജക്ട്സ് ആണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഇയറിൽ, ഫസ്റ്റ് സെമിസ്റ്ററും സെക്കൻഡ് സെമിസ്റ്ററും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഫസ്റ്റ് ഇയറിൽ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇതിൽ നമുക്ക് ഓരോ കോഴ്സസിന്റെ കോഡും അതിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിന് നമുക്ക് ഇവിടെ അവൈലബിൾ ആവുന്ന, അതായത് നമ്മുടെ അവൈലബിലിറ്റി, സബ്ജക്റ്റിന്റെ അവൈലബിലിറ്റി, കണ്ടന്റ് അവൈലബിലിറ്റി കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ക്രെഡിറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ BCOC 132 എന്ന് പറയുന്നത് ഫസ്റ്റ് സെമിസ്റ്ററിലെ പേപ്പറാണ്, ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്. സോ അതിൽ നമുക്ക് തിയറി എല്ലാ കാര്യങ്ങളും, എല്ലാ അതിന്റെ റിസോഴ്സസും കാര്യങ്ങളും ഫുള്ളി നമുക്ക് അവൈലബിൾ ആണ്. ഒരു തിയറി പേപ്പറാണ് BCOC 132 എന്ന് പറയുന്നത്, 6 ക്രെഡിറ്റ് പേപ്പറാണ്. പിന്നെ BEVAE 181 എന്ന് പറയുന്നത് ഫസ്റ്റ് സെമിസ്റ്ററിലെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്, അതും തിയറി പേപ്പറാണ്, ഫുള്ളി അവൈലബിൾ ആണ്. നമുക്ക് അതിന്റെ കണ്ടന്റ്സ് എല്ലാം 6 ക്രെഡിറ്റ് പേപ്പറാണ്. പിന്നെ BCOS 183 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് ഫസ്റ്റ് സെമിസ്റ്ററിലെ പേപ്പറാണ്, അതും ഒരു തിയറി പേപ്പറാണ്. കണ്ടന്റ് അവൈലബിലിറ്റി ഫുള്ളി നമുക്ക് അവൈലബിൾ ആണ്, 4 ക്രെഡിറ്റ് വരുന്ന പേപ്പറാണ്. പിന്നെ വരുന്നത് BEGLA 136 ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ്. സോ അതും നമുക്ക് ഫസ്റ്റ് സെമിസ്റ്ററിൽ വരുന്ന പേപ്പറാണ്, തിയറി പേപ്പറാണ്, കണ്ടന്റ് അവൈലബിലിറ്റി ഫുള്ളി അവൈലബിൾ ആണ്, 6 ക്രെഡിറ്റ് വരുന്ന പേപ്പറാണ്. ഇനിയുള്ള 4 പേപ്പേഴ്സ് സെക്കൻഡ് സെമിസ്റ്റർ പേപ്പേഴ്സ് ആണ്. സോ BCOC 133 ബിസിനസ് ലോ തിയറി പേപ്പറാണ്, കണ്ടന്റ് അവൈലബിലിറ്റി ഫുള്ളി നമുക്ക് അവൈലബിൾ ആണ്, 6 ക്രെഡിറ്റ് വരുന്ന പേപ്പറാണ്. ഇനി BCOC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് തിയറി പേപ്പർ, ദാറ്റ് ഇസ് തിയറി പാർട്ടും കൂടെ വരുന്നുണ്ട്. അതിൽ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള പേപ്പർ, ഫുള്ളി അവൈലബിൾ ആണ് കണ്ടന്റും കാര്യങ്ങളും, 6 ക്രെഡിറ്റ് തന്നെയാണ് ആ ഒരു പേപ്പറിനും വരുന്നത്. പിന്നെ വരുന്ന ECO 07 എന്ന് പറയുന്ന എലമെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് തിയറി തന്നെയാണ് വരുന്നത്, ഫുള്ളി ദാറ്റ് ഇസ് അവൈലബിൾ ആയിട്ടുള്ള കണ്ടന്റ് അവൈലബിൾ ആണ്, 4 ക്രെഡിറ്റ് ആണ് അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ BRL 113 എന്ന് പറയുന്നത് ബിസിനസ് എത്തിക്സ് ആണ്, തിയറി ആണ്, ഫുള്ളി അവൈലബിൾ ആണ്, അതിന്റെ കണ്ടന്റ്സ് 4 ക്രെഡിറ്റ് വരുന്ന പേപ്പേഴ്സ് ആണ്. സോ ഓവറോൾ നമ്മുടെ ഈ 1 ഇയറിൽ 3 പേപ്പേഴ്സ് ആണ് 4 ക്രെഡിറ്റിൽ വരുന്നത്, ബാക്കി എല്ലാ പേപ്പേഴ്സും 6 ക്രെഡിറ്റ് ആണ് നമുക്ക് അതിന്റെ ക്രെഡിറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സബ്ജക്ട്സും ഏതൊക്കെയാണ്, ഏതൊക്കെ സബ്ജക്ട്സ് എത്രയൊക്കെ ബ്ലോക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എത്രയൊക്കെ യൂണിറ്റ്സ് ആണെന്നുള്ളത് പറഞ്ഞു നോക്കാം. സോ ഇതിൽ ഫസ്റ്റ് സബ്ജക്ട് BCOC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് 6 ബ്ലോക്ക് ആയിട്ടാണ് ഈ ഒരു അക്കൗണ്ടിംഗ്, ഇത് നിങ്ങളുടെ സെക്കൻഡ് സെമിസ്റ്ററിൽ വരുന്ന പേപ്പറാണ് കേട്ടോ. സോ അത് നമ്മൾ 6 ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ആയിട്ട് 21 യൂണിറ്റ്സ് ആണ് ആ ഒരു പേപ്പറിൽ വരുന്നത്. സോ അതിൽ ബ്ലോക്ക് 1 to 3 നമുക്ക് ഏതൊക്കെയാ നോക്കാം. സോ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് ആണ്. സോ അതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിന്റെ നേച്ചർ ആൻഡ് സ്കോപ്പ്, അതേപോലെ അക്കൗണ്ടിങ് പ്രോസസ്സ്, അതിന്റെ ബേസിക് ആയിട്ടുള്ള റൂൾസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെയാണ് നമുക്ക് മെയിൻലി ബ്ലോക്ക് 1 നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്ന 4 ചാപ്റ്റേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി ബ്ലോക്ക് 2 പോകുന്ന സമയത്ത് അക്കൗണ്ടിങ് പ്രോസസ് ആണ് ബ്ലോക്ക് 2. അതിൽ നമ്മൾ ജേണൽ എൻട്രീസും അതേപോലെ ലെഡ്ജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഒരു യൂണിറ്റ്. പിന്നെ ഒരു യൂണിറ്റ് നമ്മുടെ സബ്സിഡറി ബുക്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ട്രയൽ ബാലൻസ് ആണ് വരുന്നത്. ഇനി ബ്ലോക്ക് 3 പോകുമ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് ആണ്. സോ അതിൽ നമുക്ക് ഡിപ്രിസിയേഷൻ പഠിക്കാനുണ്ട് ഒരു യൂണിറ്റില്. പിന്നെ അതേപോലെ ഫൈനൽ അക്കൗണ്ടിൽ ഫസ്റ്റ് പാർട്ട്, അതായത് ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് ആണ് നമ്മൾ ആ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഫൈനൽ അക്കൗണ്ട് 2 വരുമ്പോൾ വിത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് ബ്ലോക്ക് 3 ലാസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഇനി ബ്ലോക്ക് 4 to 6 നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ഹയർ പർച്ചേസ് ആൻഡ് ബ്രാഞ്ചസ് ആണ്.
സോ അതിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ഹയർ പർച്ചേസ് അക്കൗണ്ട്, അതിന്റെ ഫസ്റ്റ് പാർട്ട്, പിന്നെ അതിന്റെ സെക്കൻഡ് പാർട്ട് ഹയർ പർച്ചേസ് അക്കൗണ്ട് 2, പിന്നെ ബ്രാഞ്ച് അക്കൗണ്ട് 1 വരുന്നുണ്ട്, പിന്നെ ബ്രാഞ്ച് അക്കൗണ്ട് 2. അങ്ങനെ 4 യൂണിറ്റ് ആണ് ബ്ലോക്ക് 4 വരുന്നത്. ഇനി ബ്ലോക്ക് 5ലേക്ക് പോകുന്ന സമയത്ത് കൺസൈൻമെന്റ്സ് ആൻഡ് ജെ വി ആണ്. സോ ഇതിൽ ഫസ്റ്റ് 2 യൂണിറ്റ് എന്ന് പറയുന്നത് കൺസൈൻമെന്റ് അക്കൗണ്ട് ഫസ്റ്റ് പാർട്ടും കൺസൈൻമെന്റ് അക്കൗണ്ട് സെക്കൻഡ് പാർട്ടും ആണ് വരുന്നത്. പിന്നെ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ആണ് 3rd യൂണിറ്റ് ആയിട്ട് ബ്ലോക്ക് 5 വരുന്നത്. ഇനി ബ്ലോക്ക് 6 നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണ്. സോ അതിൽ നമുക്ക് ഫസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് ഒരു ഇൻട്രോ ആണ് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ദാറ്റ് ഇസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് നമ്മൾ എങ്ങനെ മാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് സെക്കൻഡ് യൂണിറ്റിൽ വരുന്നുണ്ട്. പിന്നെ വൗച്ചർ എൻട്രീസും അതിന്റെ ഇൻവോയ്സ് ഒക്കെയാണ് 3rd യൂണിറ്റിൽ വരുന്നത്. പിന്നെ ലാസ്റ്റ് യൂണിറ്റിൽ പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട് ആണ് ബ്ലോക്ക് 6 ലാസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. സോ ഇൻ ടോട്ടൽ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. 6 ബ്ലോക്കുകളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോ ബ്ലോക്കിലും 3 to 4 യൂണിറ്റ്സ് ഉണ്ടാവും. സോ ഇനി നമ്മുടെ അടുത്ത പേപ്പർ BCOC 132 എന്ന് പറയുന്ന പേപ്പർ നോക്കുകയാണെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്. ഇപ്പൊ നിങ്ങളിപ്പം എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്നറിയാം. സോ അതുകൊണ്ട് ഫസ്റ്റ് സെമ്മിൽ നമുക്ക് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന പേപ്പറാണ് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് മെയിൻലി 5 ബ്ലോക്ക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 20 യൂണിറ്റ്, ദാറ്റ് ഈസ് നമുക്ക് 20 യൂണിറ്റ്സോളം ഈ ഒരു പേപ്പറിൽ വരുന്നുണ്ട്. സോ അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ എന്ന് പറയുന്നതാണെങ്കിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ആണ്. പിന്നെ അത് കഴിഞ്ഞ ടെക് ഇന്നോവേഷൻ ആൻഡ് സ്കിൽസ് വരുന്നുണ്ട് അടുത്ത യൂണിറ്റ്. പിന്നെ അടുത്ത യൂണിറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് എത്തിക്സ് ആണ്. അടുത്ത യൂണിറ്റ് എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇതാണ് ബ്ലോക്ക് 1 ഫൗണ്ടേഷൻ ആണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ബ്ലോക്ക് 1 വരുന്നത്. ഇനി ബ്ലോക്ക് 2ലേക്ക് പോകുന്ന സമയത്ത് എന്റർപ്രൈസ് ആണ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. സോ അതിൽ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ, അതിന്റെ ഫസ്റ്റ് പാർട്ട് അതായത് സോൾ ദാറ്റ് ഇസ് ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്നത്, പിന്നെ പാർട്ട്ണർഷിപ്പും അതാണ് നമുക്ക് ഫസ്റ്റ് ആ ഒരു വോളത്തിൽ വരുന്നത്. ആൻഡ് അതിന്റെ സെക്കൻഡ് പാർട്ടിൽ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ് 2 അതിന്റെ അഡ്വാൻസ് ആയിട്ടുള്ളതായിരിക്കും നമുക്ക് സെക്കൻഡ് യൂണിറ്റിൽ വരുന്നത്. പിന്നെ 3rd യൂണിറ്റിൽ പബ്ലിക് എന്റർപ്രൈസസിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ വരുന്നത് ഇന്റർനാഷണൽ ബിസിനസ്, അതായത് MNC മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിനെ കുറിച്ചൊക്കെയാണ് 4th യൂണിറ്റിൽ പറയുന്നത്. ഇനി ബ്ലോക്ക് 3ലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ആണ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. സോ അതിൽ നമ്മൾ മെയിൻലി പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഫസ്റ്റ് യൂണിറ്റിൽ. സെക്കൻഡ് യൂണിറ്റിൽ എങ്ങനെയാണ് ഓർഗനൈസിങ്ങും അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. 3rd യൂണിറ്റിലേക്ക് പോകുന്ന സമയത്ത് ഡിപ്പാർട്ട്മെന്റേഷനും അതോറിറ്റിയും എന്താണ് ഡിപ്പാർട്ട്മെന്റേഷൻ, എന്താണ് അതോറിറ്റി, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ 3rd യൂണിറ്റിൽ ബ്ലോക്ക് 3 പഠിക്കുന്നത്. പിന്നെ യൂണിറ്റ് 4ലേക്ക് പോകുന്ന സമയത്ത് ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആണ് ബ്ലോക്ക് 3 യൂണിറ്റ് 4 എന്ന് പറയുന്നത്. പിന്നെ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് കൺട്രോൾ ആണ് വരുന്നത്. ഇനി ബ്ലോക്ക് 4ലേക്ക് പോകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മോട്ടിവേഷൻ ആണ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. സോ അതിൽ നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ, അതാണ് ഫസ്റ്റ് ആയിട്ട് അതിൽ വരുന്ന യൂണിറ്റ്. അതിനുശേഷം വരുന്ന യൂണിറ്റ് ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് ബ്ലോക്ക് 4 വരുന്നത്. പിന്നെ ടീം ബിൽഡിംഗ് ആണ് വരുന്നത്. ബ്ലോക്ക് 5ലേക്ക് പോകുന്ന സമയത്ത് ഫങ്ഷണൽ ഏരിയാസ് ആണ്. സോ അതിൽ ഫസ്റ്റ് വരുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റിനെ കുറിച്ചാണ് ഒരു യൂണിറ്റ് വരുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ചാണ്. ആൻഡ് നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചാണ്. സോ ഇത്രയാണ് നമുക്ക് ഓവറോൾ ആയിട്ട് നമ്മുടെ BCOC 132 ബിസിനസ് ഓർഗനൈസേഷൻ പേപ്പറിന്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് 5 ബ്ലോക്കുകൾ തന്നെയാണ് വരുന്നത്. ഓൾ ടുഗദർ ആയിട്ട് 20 യൂണിറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇനി അടുത്തത് അഗെയിൻ നമ്മുടെ സെക്കൻഡ് സെമിസ്റ്ററിലുള്ള ഒരു പേപ്പറാണ് BCOC 133 ബിസിനസ് ലോ എന്ന് പറയുന്ന ഒരു പേപ്പർ. അതും ഇതേപോലെ 6 ബ്ലോക്കുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 23 യൂണിറ്റ്സ് ആണ് നമുക്ക് ഓൾ ടുഗദർ വരുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് ദാറ്റ് ഇസ് ലോ ഓഫ് കോൺട്രാക്ട് ആൻഡ് പാർട്ട്ണർഷിപ്പ് ആണ് വരുന്നത്. അതിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ജനറൽ ലോ ഓഫ് കോൺട്രാക്ട് ആണ്. അതിൽ നമുക്ക് അതിന്റെ ഫസ്റ്റ് പാർട്ട്, അതിൽ നമുക്ക് ഫസ്റ്റ് ഒരു കോൺട്രാക്ട് എന്താണ്, അതിന്റെ എസെൻഷ്യൽസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് യൂണിറ്റിൽ. അത് കഴിഞ്ഞിട്ടുള്ള യൂണിറ്റിൽ എന്താണ് ഓഫർ, എന്താണ് അക്സെപ്റ്റൻസ് എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് നമ്മൾ ഈ ഒരു അഗ്രിമെന്റിൽ വരുന്ന പാർട്ടീസിന്റെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെയാണ് അതിന് അടുത്ത യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഫ്രീ കൺസെന്റിനെ കുറിച്ചാണ് അടുത്ത യൂണിറ്റിൽ ഡീറ്റെയിൽ ചെയ്ത് പോകുന്നത്. ഇനി ബ്ലോക്ക് 2ലേക്ക് പോകുന്ന സമയത്ത് ജനറൽ ലോ ഓഫ് കോൺട്രാക്ട് അതിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ട് വരുന്നുണ്ട്. ദാറ്റ് ഇസ് കുറച്ചുകൂടി നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളായിരിക്കും അതിൽ വരുന്നുണ്ടാവുക. സോ അതിൽ യൂണിറ്റ് എന്ന് പറയുന്നത് കൺസിഡറേഷൻ ആൻഡ് ലീഗാലിറ്റി ഉണ്ട്. പിന്നെ വോയിഡ് അഗ്രിമെന്റിനെ കുറിച്ചൊരു യൂണിറ്റ് പഠിക്കുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് ആൻഡ് ഡിസ്ചാർജിനെ കുറിച്ചാണ് ഒരു യൂണിറ്റ് വരുന്നത്. ആൻഡ് അതിൽ ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് റെമഡീസ് ഫോർ ബ്രീച്ച് ആണ് വരുന്നത്. ഇനി നമുക്ക് ബ്ലോക്ക് 3ലേക്ക് പോകുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിനെ കുറിച്ച് ആണ് ആ ഒരു ബ്ലോക്ക് ഫോക്കസ് ചെയ്യുന്നത്. സോ അതിൽ വരുമ്പോൾ ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി നമ്മൾ എന്താണ് എന്നുള്ളത് ആ യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ബെയിൽമെന്റും പ്ലഡ്ജിനെ കുറിച്ച് പറയുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് അടുത്ത യൂണിറ്റ് വന്ന് കോൺട്രാക്ട് ഓഫ് ഏജൻസി ആണ് വരുന്നത്. ആൻഡ് ഇനി അടുത്തത് സെയിൽസ് ആൻഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 4 പാർട്ട്ണർഷിപ്പ് ആണ്. സോ അതിൽ നമുക്ക് അത് എന്താണ് പാർട്ട്ണർഷിപ്പ്, അതിന്റെ രജിസ്ട്രേഷൻ, അതിന്റെ കാര്യങ്ങളൊക്കെയാണ്
ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത്. പിന്നെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, അതായത് നമുക്കിപ്പോ പാർട്ട്നേഴ്സിന്റെ റൈറ്റ്സ്, അവരുടെ ഡ്യൂട്ടീസ്, അവരുടെ ലയബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫേം ഡിസോൾവ് ആവുമ്പോൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ്, അതാണ് നമുക്ക് അടുത്ത യൂണിറ്റ് ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ പറയുന്നത്. പിന്നെ LLP, ദാറ്റ് ഇസ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ് അടുത്തൊരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി പാർട്ട്ണർഷിപ്പിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. പിന്നെ ബ്ലോക്ക് 5ലേക്ക് വരുന്ന സമയത്ത് സെയിൽസ് ഓഫ് ഗുഡ്സ് ആണ്. സോ ഈ സെയിൽസ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ ആണ്. പിന്നെ അതേപോലെ കണ്ടീഷൻ ആൻഡ് വാറണ്ടീസ് ഉണ്ട്. പിന്നെ അതേപോലെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഡെലിവറി വരുന്നുണ്ട്. പിന്നെ റൈറ്റ്സ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ. ഇത്രയും യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് 5 വരുന്നത്. ഇനി ബ്ലോക്ക് 6ലേക്ക് പോകുന്ന സമയത്ത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആണ്. സോ അതിൽ നമുക്ക് ഓരോ ഇൻസ്ട്രുമെന്റ്സും അതിന്റെ പാർട്ടീസും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരു യൂണിറ്റില്. അടുത്ത യൂണിറ്റിൽ പ്രോമിസറി നോട്ട്, അതേപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്, അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ട് പോകുന്നതാണ് അടുത്തൊരു യൂണിറ്റ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദാറ്റ് അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് നെഗോസിയേഷനെ കുറിച്ച് വരുന്നതാണ്. പിന്നെ വരുന്നത് പ്രസന്റ്മെന്റ് ആൻഡ് ഡിസ്ചാർജിനെ കുറിച്ചാണ് അടുത്തൊരു യൂണിറ്റ് വരുന്നത്. സോ ഇത്രയാണ് നമുക്ക് ലോയിൽ വരുന്ന 6 ബ്ലോക്കുകളും അതിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇനി നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ ഒരു പേപ്പറാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് PCOS 183. നമ്മൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പേപ്പറും കൂടിയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. സോ അതിൽ നമുക്ക് ബേസിക്കലി നമുക്ക് 5 ബ്ലോക്ക് ആയിട്ടാണ് ഈ ഒരു സബ്ജക്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ അതിലെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ആണ്. അതിൽ നമുക്ക് 4 യൂണിറ്റ് വരുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ, ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, വെബ് ആപ്ലിക്കേഷൻ, ബേസിക്സ് ഓഫ് സോഫ്റ്റ്വെയർ. ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നമുക്ക് പറഞ്ഞു പോകുന്നത്. ഇനി ബ്ലോക്ക് 2ലേക്ക് പോകുമ്പോൾ ഡാറ്റ ഹാൻഡ്ലിംഗ് ആണ്. സോ അതിൽ നമുക്ക് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട് ഒരു യൂണിറ്റ്. പിന്നെ IT സെക്യൂരിറ്റി മെഷേഴ്സ് ഒരു യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇന്റർനെറ്റ് സർവീസസ് ആൻഡ് ഇമെയിൽ ആണ്. പിന്നെ വരുന്നത് പ്ലാസ്റ്റിക് മണി, വാലറ്റ് ആൻഡ് പേ. ഇങ്ങനെ 4 യൂണിറ്റ് ആണ് ബ്ലോക്ക് 2 വരുന്നത്. ബ്ലോക്ക് 3ലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വേർഡ് പ്രോസസ്സിംഗ് ആണ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. സോ അതിൽ വേർഡ് പ്രോസസ്സിന്റെ ബേസിക്സ് ആണ് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. പിന്നെ വേർഡിൽ നമ്മൾ ഇങ്ങനെയാണ് വേർഡിൽ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അടുത്ത യൂണിറ്റിൽ പറയുന്നുണ്ട്. പിന്നെ അതിന്റെ വേർഡിൽ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ടൂൾസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ അത് യൂസ് ചെയ്യാം എന്നുള്ളത് അടുത്തൊരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഒരു ബിസിനസ് ഡോക്യുമെന്റേഷൻ നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്തൊരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി വേർഡിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. അടുത്തത് പവർ പോയിന്റ് ആൻഡ് മൾട്ടിമീഡിയ ആണ്. സോ ഫസ്റ്റ് നമുക്ക് അതിൽ 3 യൂണിറ്റിൽ ഒരു യൂണിറ്റ് പവർ പോയിന്റിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഈ മൾട്ടിമീഡിയ, അതേപോലെ വീഡിയോ മേക്കിംഗ്, യൂട്യൂബ് എന്നുള്ള കാര്യങ്ങളാണ് അടുത്തൊരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ക്രിയേറ്റിംഗ് ബിസിനസ് പ്രസന്റേഷൻ. ഒരു ബിസിനസ് പ്രസന്റേഷൻ ഒക്കെ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് വരുന്നത്. ആഫ്റ്റർ ദാറ്റ് ബ്ലോക്ക് 5ലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ബ്ലോക്ക് 5 എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് ആണ്. സോ സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് മെയിൻലി 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് സ്പ്രെഡ്ഷീറ്റിന്റെ കൺസെപ്റ്റ് ആണ് വരുന്നത്. ആഫ്റ്റർ ദാറ്റ് നമ്മളിപ്പോൾ സ്പ്രെഡ്ഷീറ്റിൽ ഒരുപാട് ഫോർമുലാസും ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ അതൊക്കെ എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അടുത്ത യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആണ്. പിന്നെ വരുന്നത് ഈ സ്പ്രെഡ്ഷീറ്റിൽ തന്നെ വരുന്ന കുറച്ച് അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത യൂണിറ്റിൽ വരുന്നത്. പിന്നെ അതിലെ ലാസ്റ്റ് യൂണിറ്റിൽ വരുന്നതാണ് ക്രിയേറ്റിംഗ് ബിസിനസ് സ്പ്രെഡ്ഷീറ്റ്. എങ്ങനെയാണ് നമ്മളൊരു ബിസിനസ് സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതായത് ഈ ഒരു ഫോർമുലാസും കാര്യങ്ങളും ടൂൾസും ഒക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ബിസിനസ് സ്പ്രെഡ്ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ലാസ്റ്റ് യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫാർ നമ്മൾ ഒരു 4 സബ്ജക്ട്സ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഓരോ 4 സബ്ജക്ട്സിലും എത്ര ബ്ലോക്ക് ഉണ്ട്, ഓരോ ബ്ലോക്കിലും ഏതൊക്കെ യൂണിറ്റ്സ്, എത്ര യൂണിറ്റ്സ് ഉണ്ട്, ഓരോന്നും ഏതൊക്കെ യൂണിറ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. സോ ഇനിയുള്ള ഫർദർ 4 സബ്ജക്ട്സും പിന്നെ അതേപോലെ നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ കാര്യങ്ങളും പിന്നെ ലേണിംഗ് ടൂൾസും കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ മെന്ററായിട്ട് ദുർഗ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സോ ഓവർ ടു യു മാം. Okay, once again thank you and once again welcome to our BBA learners. So Anisha ma'am നമ്മളോട് നമ്മുടെ സബ്ജക്ട്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിലെ സബ്ജക്ട്സ് ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്. സോ കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക. ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് സെമ്മിലാണ്. പക്ഷെ നമ്മൾ സെക്കൻഡ് സെമ്മിലെ കാര്യങ്ങളും കൂടി മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ആ ഒരു സബ്ജക്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നത്. സോ 4 സബ്ജക്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പൊ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അനിഷ മാം നമ്മളോട് പറഞ്ഞിരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BE VAE 181. ചിലരെങ്കിലും പഠിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു സബ്ജക്ട് ആയിരിക്കാം. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിൽ 50 മാർക്സിന് വരുന്ന ഒരു പേപ്പർ കൂടിയാണ് ഈ ഒരു എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്നുള്ള പേപ്പർ. സോ അതുപോലെ തന്നെ OMR ഷീറ്റിൽ നമ്മൾ മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ 1 വേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സബ്ജക്ട് കൂടിയാണ് നമുക്ക് എൻവയോൺമെന്റ് സ്റ്റഡീസ് എന്നുള്ളത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കാം. ഇതിൽ നമുക്ക് 4 ബ്ലോക്കുകളാണ് പഠിക്കാനായിട്ടുള്ളത്. സോ അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് സ്റ്റഡീസ് ആണ്. അതിൽ നമ്മുടെ എൻവയോൺമെന്റ് എന്താണെന്നുള്ളതും എക്കോസിസ്റ്റം, അതുപോലെ തന്നെ മേജർ എക്കോസിസ്റ്റത്തെ കുറിച്ചാണ് നമുക്ക് അതിൽ പഠിക്കാനായിട്ട് വരുന്നത്. സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ നാച്ചുറൽ റിസോഴ്സസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ലാൻഡ് ആൻഡ് വാട്ടർ,
വാട്ടർ, ഫോറസ്റ്റ് റിസോഴ്സസ്, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി, അതിന്റെ വാല്യൂസും സർവീസസും എനർജി റിസോഴ്സസിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് ആ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. തേർഡ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ബയോഡൈവേഴ്സിറ്റി ത്രീറ്റ്സ്, അതുപോലെ തന്നെ പൊല്യൂഷൻ അല്ലെങ്കിൽ ഹസാർഡ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം, ഗ്ലോബൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഗ്ലോബൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചായിരിക്കും നമുക്ക് തേർഡ് ബ്ലോക്കിൽ പഠിക്കാനായിട്ടുള്ളത്. ദെൻ ഫോർത്ത് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് പോളിസീസ് ആൻഡ് പ്രാക്ടീസ്. ഇപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ത്യയിൽ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള പോളിസീസിനെ കുറിച്ചും പ്രാക്ടീസസിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻ, അതുപോലെ തന്നെ ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ്, എൻവയോൺമെന്റൽ എത്തിക്സ്, ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു ബ്ലോക്കിൽ പഠിക്കാനായിട്ട് വരുന്നത്. സോ 4 ബ്ലോക്സുകളാണ് നമുക്ക് എൻവയോൺമെന്റ് സ്റ്റഡീസിൽ പഠിക്കാനായിട്ട് വരുന്നത്. നെക്സ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് VGLA 136 ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ്. നമ്മുടെ ഫസ്റ്റ് സെമിസ്റ്ററിൽ വരുന്ന സബ്ജക്ട് ആണ് അല്ലെ. ഇതും അഗൈൻ ഈ പറയുന്ന 4 ബ്ലോക്സുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ മെയിൻലി നമുക്ക് എന്താണ്, നമ്മുടെ ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് കൂടിയാണെന്ന് നമുക്ക് പറയാം. അതായത് നമുക്ക് പലർക്കും ഇംഗ്ലീഷ് ഒരു പ്രോബ്ലം ആണ് അല്ലെ. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു സബ്ജക്ട് കൂടിയാണ് നമുക്ക് ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് എന്നുള്ളത്. അതിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് എക്സ്പ്ലോറിംഗ് ജോബ് മാർക്കറ്റ് ആണ്. അതായത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ എന്താണ് പ്രൊഫൈൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലിംഗ് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും, അതുപോലെ തന്നെ എങ്ങനെ ജോബിന്റെ കാര്യങ്ങൾ സെർച്ച് ചെയ്യാം, അതുപോലെ തന്നെ ജോബ് ആഡ്സിന് നമുക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം, അതായത് ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു ജോബ് കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കും നമുക്ക് ഫസ്റ്റ് സെഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആവുന്നുണ്ടാവുക. സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ഇന്റർവ്യൂസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ നമ്മൾ BBA ലേണേഴ്സിൽ മാക്സിമം ലേണേഴ്സും ജോയിൻ ചെയ്തിട്ടുള്ളത്, BBA ജോയിൻ ചെയ്തിട്ടുള്ളത് ഒരു ജോബ് എന്നുള്ള ഒരു ഡ്രീമുമായിട്ട് തന്നെയായിരിക്കും. സോ നമ്മൾ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇഗ്നോർ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. സോ ആ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, പോർട്ട്ഫോളിയോ മേക്കിംഗ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ CV മേക്കിംഗ് ആയിക്കോട്ടെ, എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഫേസ് ടു ഫേസ് ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് ഈ ഒരു സെക്കൻഡ് ബ്ലോക്കിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആവുന്നുണ്ടാവും. തേർഡിലേക്ക് നോക്കുകയാണെങ്കിൽ വർക്ക് പ്ലേസ് സ്കിൽസ് ആണ്. അതായത് നമ്മൾ ഒരു ജോബ് കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ജോബ് വർക്കിംഗ് പ്ലേസിൽ നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മുടെ സ്കിൽസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ആയിരിക്കും നമുക്ക് തേർഡ് ബ്ലോക്കിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആവുക. ദാറ്റ് മീൻസ് ഇക്വിറ്റി, അതുപോലെ തന്നെ കൾച്ചറൽ അവയർനെസ്സസ്, ജെൻഡർ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമേഴ്സിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതുപോലെ തന്നെ കസ്റ്റമർ സർവീസസിന്റെ എസെൻഷ്യൽസ് അല്ലെങ്കിൽ വർക്ക് എത്തിക്സിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് തേർഡ് ബ്ലോക്കിൽ പഠിക്കാനായിട്ടുള്ളത്. ഫോർത്തിലേക്ക് വരുന്ന സമയത്ത് അഗൈൻ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഫോർത്ത് ബ്ലോക്കിൽ വരുന്നത്. പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസ്കഷൻസ്, എങ്ങനെയാണ് മീറ്റിംഗ്സിലും ഡിസ്കഷൻസിലും ഒക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രസന്റേഷൻസ് എങ്ങനെ മേക്ക് ചെയ്യാം, പവർ പോയിന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് ലെറ്റേഴ്സും അതുപോലെ തന്നെ ബിസിനസ് ഇമെയിൽസും ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, ഏത് ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അതിന്റെ ഒരു പ്രൊഫിഷ്യൻസി നമ്മൾ എങ്ങനെ കീപ്പ് ചെയ്ത് പോവാം എന്നുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ബ്ലോക്ക് 4 ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇത്രയാണ് നമ്മുടെ ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് എന്ന സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത് സെക്കൻഡ് സെമസ്റ്ററിലേക്ക് നമുക്ക് വരുന്ന ഒരു സബ്ജക്ട് ആണ് എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ ECO07 എന്നുള്ളത്. ഇതും നമുക്ക് എന്ത് തന്നെയാണ് 50 മാർക്സിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വരുന്നത്. പക്ഷേ നമുക്ക് ആൻസേഴ്സ് എഴുതി പോകേണ്ടത് എങ്ങനെ തന്നെയാണ്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൽ തന്നെയാണ്. അത് നിങ്ങൾ നോട്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് അഗൈൻ ഈ പറയുന്ന 4 ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഹോൾ സബ്ജക്റ്റിനെ. ഫസ്റ്റ് ബ്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നുള്ളതും അതിന്റെ ബേസിക് കൺസെപ്റ്റുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിന്റെ മീനിങ് ആൻഡ് സ്കോപ്പ്, അതുപോലെ തന്നെ ഓർഗനൈസിങ് എ സർവേ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, എങ്ങനെ ഒരു സർവേ ഓർഗനൈസ് ചെയ്യാം, അതിന്റെ ആക്യുറസി, അതിന്റെ അപ്രോക്സിമേഷൻ ഏത് രീതിയിലായിരിക്കണം, അതിലെ ആ ഒരു സർവേയിൽ എന്തെല്ലാം എറേഴ്സ് നമുക്ക് വരാം, അല്ലെങ്കിൽ അതിന്റെ റേഷ്യോസ്, പെർസെന്റേജ്, റേറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ടാവുക. സെക്കൻഡിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സർവേ റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാറ്റ കളക്ഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. സോ അവിടെ നമുക്ക് വരുന്ന കളക്ഷൻ ഓഫ് ഡാറ്റ, അതുപോലെ തന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ, അതിന്റെ പ്രസന്റേഷൻ, അത് ഏതൊക്കെ രീതിയിൽ, ഒന്നുകിൽ ഡയഗ്രമാറ്റിക് ഫോർമാറ്റിലാവാം അല്ലെങ്കിൽ ഗ്രാഫിക്കലി ആവാം, ഈ ഒരു രീതിയൊക്കെ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. തേർഡിലേക്ക് വരുന്ന സമയത്ത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ളത്. സോ അതിന്റെ അതിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ മെഷേഴ്സും അതിൽ ആ ഒരു ബ്ലോക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. മീൻ, മീഡിയൻ, മോഡ്, അതുപോലെ തന്നെ ജിയോമെട്രിക് ആൻഡ് ഹാർമോണിക് മൂവിംഗ് ആവറേജസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് അതിൽ പഠിക്കാനായിട്ട് വരുന്നത്. ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് ഡിസ്പേർഷൻ ആൻഡ് സ്ക്യൂനെസ്, ഇതിന്റെ തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ ഭാഗമായിട്ട് വരുന്ന ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഏതെന്ന് പറയുന്നത് ഡിസ്പേർഷൻ ആൻഡ് സ്ക്യൂനെസ് എന്നുള്ളത്. സോ അതിനെക്കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന
ചാപ്റ്റർ ആണ് നമുക്ക് ബ്ലോക്ക് 4 എന്ന് പറയുന്നത്, മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ. അതിൽ തന്നെ നമുക്ക് രണ്ട് എന്താണ് വേർഷൻസ് ആയിട്ട് തരുന്നുണ്ട്, റേഞ്ച്, അതുപോലെ തന്നെ ക്വാഡ്രേറ്ററൽ ഡീവിയന്റ്, അതുപോലെ തന്നെ SD, CV, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഓൾസോ സ്ക്വീനസിനെ കുറിച്ച് നമുക്ക് ഇതിൽ പറയുന്നുണ്ട്. സോ ഇത് 4 ബ്ലോക്സുകളായിട്ടാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ എലിമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ ECO 07 എന്നുള്ള സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ദെൻ അടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത് ഇതും നമുക്ക് എന്ത് തന്നെയാണ്, സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുന്ന ഒരു സബ്ജക്ട് ആണ് ബിസിനസ് എത്തിക്സ് എന്നുള്ളത്. ഇതിൽ നമുക്ക് ടോട്ടൽ 12 യൂണിറ്റ്സുകളാണ് വരുന്നത്. 12 യൂണിറ്റ്സുകളാണ് വരുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്ലോക്ക് സ്ട്രക്ചർ പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ബിസിനസ് എത്തിക്സിൽ യൂണിറ്റ് വൈസ് ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ബ്ലോക്ക് വൈസ് ആയിട്ട് നമുക്ക് അവൈലബിൾ അല്ല. സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമുക്ക് യൂണിറ്റ് വൈസ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബിസിനസ് എത്തിക്സ് എന്താണെന്നുള്ളതിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ട്രേഡിനെ കുറിച്ച്, അതായത് ഫെയർ ട്രേഡ് പ്രാക്ടീസസ്, അത് റീറ്റെയിൽ എന്താണ് ബിസിനസ്സിൽ വരുന്ന ഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്തൊക്കെയാണെന്നുള്ളതും, അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൈവസി, അതിന്റെ ഡാറ്റ പ്രൊട്ടക്ഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, ആൻഡ് ഓൾസോ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ പ്രൊഡക്ട്സ്. അതായത് നമ്മളൊരു ബിസിനസ് ആവുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ഒരു പ്രൊഡക്ട്സിന്റെ എക്സ്ചേഞ്ച് ആയിരിക്കും അവിടെ ഉണ്ടാവുക. സോ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട എത്തിക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എത്തിക്കൽ പ്രാക്ടീസസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് 2 ചാപ്റ്ററുകളിലായിട്ട് നമുക്ക് കണ്ടിന്യൂസ്ലി 2 യൂണിറ്റ്സുകളായിട്ട് നമുക്ക് കണ്ടിന്യൂസ്ലി പറഞ്ഞു വരുന്നുണ്ട്. ആൻഡ് ഓൾസോ 6th യൂണിറ്റിലും എന്താണ് പ്രൈസിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന എത്തിക്കൽ പ്രാക്ടീസസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ദെൻ 7th വരുന്ന സമയത്ത് പ്രൊമോഷൻ റിലേറ്റ് ചെയ്ത് വരുന്നത്, നമുക്കറിയാം ഒരു ബിസിനസ് റിലേറ്റ് ചെയ്ത് വരുന്ന 4 കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 കാര്യങ്ങളാണ് പ്രൈസ്, അതുപോലെ തന്നെ പ്രൊമോഷൻ, അതുപോലെ തന്നെ പ്രൊഡക്റ്റ്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. സോ അത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി നമുക്ക് പല യൂണിറ്റുകളായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട എത്തിക്കൽ പ്രാക്ടീസസ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ബിസിനസ് എത്തിക്സിൽ പഠിച്ചു വരുന്നത്. ദെൻ യൂണിറ്റ് 9 വരുന്ന സമയത്ത് എംപ്ലോയീസ് റിലേറ്റ് ചെയ്ത് വരുന്നത്, നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് അവിടെ ആരുണ്ടാവും, ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് എംപ്ലോയീസ് തന്നെയാണ് അല്ലെ. കൺസ്യൂമർ ഇസ് ദ കിങ് എന്ന് നമുക്ക് പറയാറുണ്ട്. അത് കഴിഞ്ഞൊരു ഫേസ് എന്ന് പറയുന്നത് ആർക്ക് തന്നെയാണ്, ഈ പറയുന്ന എംപ്ലോയീസിനാണ്. സോ എംപ്ലോയീസ് റിലേറ്റ് ചെയ്ത് വരുന്ന എത്തിക്കൽ പ്രാക്ടീസസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ആൻഡ് ഓൾസോ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റീസ്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാനായിട്ട് അവർ ഏതൊക്കെ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റീസിലാണ് എൻഗേജ്ഡ് ആവുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് അവൈലബിൾ ആവും. ആൻഡ് ഓൾസോ ഈ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ കിങ് ഓഫ് ദ ബിസിനസ് എന്ന് പറയുന്ന കസ്റ്റമർ സർവീസസ് അല്ലെ, അവരുടെ ഗ്രീവിയൻസ് റിസൊല്യൂഷൻസിനെയൊക്കെ കുറിച്ചാണ് നമുക്ക് യൂണിറ്റ് 11 പഠിക്കാനായിട്ട് വരുന്നത്. യൂണിറ്റ് 12 വരുന്ന സമയത്ത് ഈ പറയുന്ന ബിസിനസ് ഓർഗനൈസേഷനിൽ ഇൻവോൾവഡ് ആയിട്ടുള്ള വ്യക്തികളുടെ ഹെൽത്ത് അല്ലെങ്കിൽ സേഫ്റ്റി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 12 പഠിക്കാനായിട്ട് വരുന്നത്. സോ ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ 12 യൂണിറ്റുകളാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനായിട്ട് വരുന്നത്. സോ നമുക്ക് ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിലായിട്ട് ഈ ഒരു BBA കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്ന് പറയാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കോർഡിംഗ് സെഷൻസിലൂടെയും അതുപോലെ തന്നെ ലൈവ് സെഷൻസിലൂടെയും നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാവുന്നതാണ്. എങ്കിലും ഇപ്പം നമ്മൾ ഓൺ ബോർഡിംഗ് കഴിഞ്ഞ ലേണേഴ്സ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഓൺ ബോർഡിംഗ് സെഷനിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മുടെ അസൈൻമെന്റ്സിനെ കുറിച്ച് അല്ലെ. സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അസൈൻമെന്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ടേം ആൻഡ് എക്സാമിനേഷൻ എന്നുള്ളത്. നമുക്കറിയാം BBA എന്ന് പറയുന്നത് ഇയർലി രജിസ്ട്രേഷൻ പ്രോഗ്രാം ആണെങ്കിൽ പോലും അത് നമുക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്ത് പോകുന്നത് നമ്മൾ സെമസ്റ്റർ വൈസ് ആയിട്ടാണ്. സോ സെമസ്റ്റർ വൈസ് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം വരുന്നത് നമുക്കറിയാം നമ്മൾ ജാനുവരി 2026 ബാച്ച് ലേണേഴ്സ് ആണ്. സോ നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് വരുന്നത് ജൂണിലായിരിക്കും. ജൂൺ 2026 നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് വരുന്നത്. പക്ഷേ അതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ എക്സാംസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിലെ ഓരോ സബ്ജക്ട്സിനും ഓരോ അസൈൻമെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയും അത് നമ്മൾ നമ്മുടെ സ്റ്റഡി സെന്ററിൽ, അതായത് ഓൾറെഡി നിങ്ങൾ ഇഗ്നോ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു കോളേജ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടാവും. ആ ചൂസ് ചെയ്യുന്ന കോളേജിൽ നമ്മൾ അത് സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇനി ഈ ഒരു അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങളുടെ കൺസേൺഡ് മെന്റേഴ്സ് ആൻഡ് LSAs ഓൾറെഡി ഇൻഫോംഡ് ആയിരിക്കും. അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് ഇഗ്നോയുടെ സൈറ്റിൽ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ കൺസേൺഡ് മെന്റേഴ്സ് ആൻഡ് LSAs നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും. ആൻഡ് ഓൾസോ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റീസിലും അത് ഇൻഫോംഡ് ആയിരിക്കും. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഹാൻഡ് റിട്ടൺ ഫോർമാറ്റിൽ, അതായത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ തന്നെ മിനിമം പേജസ് എന്ന് പറയുന്നത് 30 പേജസ് ആണ്. മിനിമം 30 പേജസ് എങ്കിലും വരുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയും അത് നമ്മൾ ഡ്യൂ ഡേറ്റിനകത്ത്, അതായത് ഏകദേശം നമുക്ക് ജൂണിലാണ് എക്സാം വരുന്നതെങ്കിൽ നമ്മുടെ സബ്മിഷൻ ഡേറ്റ് വരുന്നത് മാർച്ച് 31
ആണ്. സോ ആ ഒരു ഡേറ്റിനകത്ത് നമ്മുടെ സ്റ്റഡി സെന്ററിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാംസ്, അതായത് നമ്മുടെ അപ്കമിംഗ് ആയിട്ടുള്ള ടേം ആൻഡ് എക്സാമിനേഷൻസ് രജിസ്റ്റർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഈ ഒരു അസൈൻമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. ഈ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെന്റ്സിൽ നമ്മൾ പാസ് മാർക്ക് ആയിട്ട് സ്കോർ ചെയ്യേണ്ടത് 35 ആണ്. അതായത് നമ്മുടെ അസൈൻമെന്റ്സിൽ നമ്മൾ 35 സ്കോർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷനിൽ നമ്മൾ 35 ഈച്ച് സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സബ്ജക്ട് പാസ് ഔട്ട് ആയതായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. സോ ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എങ്കിൽ നമുക്ക് ആ ഒരു എക്സാംസ് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സോ ഇഗ്നോയുടെ സിലബസിൽ അസൈൻമെന്റ്സിന് എത്രത്തോളം ആ ഒരു എക്സാമിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ അതുപോലെ തന്നെ അസൈൻമെന്റ്സിനും അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇഗ്നോ സൈറ്റിലായിരിക്കും നമ്മുടെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ഡേറ്റ് ആയി വരുന്നത്. സോ നിങ്ങൾ ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ള ലേണേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, സെൽഫായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവണം അല്ലെ. നമ്മൾ എങ്ങനെയാണ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എവിടെയാണ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇഗ്നോയുടെ സൈറ്റിൽ നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ കൺഫേംഡ് ആയിട്ടുള്ള ഒരു ലേണർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഗ്നോ സമർത്ഥത്തിൽ ജോയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോഗിൻ ചെയ്തിട്ടുള്ള ലേണർ ആയിരിക്കും. സോ ആ ലോഗിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു പോർട്ടൽ ഓപ്പൺ ആക്കാൻ, അതായത് പാസ്വേഡും യൂസർ നെയിം ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ അത് ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. അത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് അതിലൂടെ നമുക്ക് നമ്മുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആവുന്നതാണ്. സോ നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് മെന്റർ ആൻഡ് LSEസിനെ കണക്ട് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ സിലബസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ നമുക്ക് അവൈലബിൾ ആയി. അതുപോലെ തന്നെ അസൈൻമെന്റ്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി, എക്സാംസിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സോ നമ്മൾ ഈ ഒരു സിലബസ് എങ്ങനെ കവർ ചെയ്യും എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമുക്കറിയാം ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് 4 സബ്ജക്ട്സ് ആണ് വരുന്നത്. സോ ഈ പറയുന്ന സ്പെസിഫിക് ബ്ലോക്സുകൾ അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക് സബ്ജക്ട്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് അത്യാവശ്യത്തിലധികം റിസോഴ്സസ് അവൈലബിൾ ആണ്. വീഡിയോ ക്ലാസ്സസ്, അതുപോലെ തന്നെ ലെക്ചർ നോട്ട്സ്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, ഇനി വരുന്ന ഒരുപാട് റിസോഴ്സസുകൾ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡി ഫോർ എക്സാം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. സോ മാക്സിമം ആ കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. സോ നമുക്ക് എന്തൊക്കെയാണ് ആ ഒരു റിസോഴ്സസ് എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് ലേൺ വൈസ് നിങ്ങളുടെ മുന്നിലേക്ക് ആ ഒരു BBA എന്നുള്ള ആ ഒരു ഫസ്റ്റ് സെമസ്റ്റർ കടക്കുന്നതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഓൾറെഡി നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ലേണേഴ്സ് ആണ് അല്ലെ. സോ നിങ്ങൾക്ക് അറിയാം നമുക്ക് റെക്കോർഡഡ് ലെക്ചേഴ്സ് അവൈലബിൾ ആണ്. ആസ് പെർ ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ഈ ഒരു റെക്കോർഡഡ് ലെക്ചേഴ്സ് ആണ്. ആൻഡ് ഓൾസോ ഇനി നമുക്ക് കമ്മിങ് വീക്സുകളിൽ ഈ ഒരു ഓറിയന്റേഷന് ശേഷം നിങ്ങൾക്ക് അതിന്റെ കൺസേൺഡ് ലൈവ് സെഷൻസ് അഥവാ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. സോ ലൈവ് സെഷൻസ് എന്ന് പറയുന്നതാണ് അനദർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന മറ്റൊരു ഫെസിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് നോട്ട്സിന്റെ ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് വാല്യൂ ആഡഡ് നോട്ട്സ് അഥവാ VAN, ആൻഡ് ഓൾസോ എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് അഥവാ ESG, HB എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് നോട്ട്സ് ആയിട്ട് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അത് ഓരോ സബ്ജക്ട്സിന്റെയും അല്ലെങ്കിൽ ഓരോ വീഡിയോ ക്ലാസ്സസിന്റെയും കൺസേൺഡ് നോട്ട്സ് ആണ് നമുക്ക് ആ ഒരു ഫോർമാറ്റിൽ നമ്മുടെ ആപ്പിൽ നമുക്ക് അവൈലബിൾ ആവുന്നത്. ഇതെല്ലാം ഓൾറെഡി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റഡ് ആണ് നിങ്ങളുടെ മെന്റേഴ്സ് ആൻഡ് LSEs അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ ഓൾറെഡി അസൈൻമെന്റ്സ് ഞാൻ അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റിനെ കുറിച്ചും അസൈൻമെന്റ്സ് എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. സോ അതിന്റെ ആൻസർ എവിടെ കിട്ടും എന്നുള്ളത് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ അതിന്റെ ആൻസേഴ്സ് നമുക്കൊരു ഗൈഡ് ആയിട്ട് തന്നെ, അതായത് അസൈൻമെന്റ് ഗൈഡിന്റെ ഫോർമാറ്റിൽ നമ്മുടെ ആപ്പിൽ അസൈൻമെന്റ് എന്നുള്ള ഫോൾഡറിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ടാവും. ആൻഡ് ഓൾസോ ഈ ഒരു സിലബസ് പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് ഏതാണ്, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിലും ഏത് ബ്ലോക്കിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് യൂണിറ്റിലായിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊരു ഐഡിയ കിട്ടുന്നതിനായിട്ട് കമ്മിങ് സെഷൻസിലായിട്ട് നിങ്ങൾക്ക് PYQ അൾട്ടിമേറ്റ് അനാലിസിസ്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ള ഫോർമാറ്റിൽ നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോസ് ആയിട്ടും ഡോക്യുമെന്റ് ആയിട്ടും വരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയ ശേഷം നിങ്ങൾക്ക് മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും വിത്ത് മെന്റർഷിപ്പ് ലേണേഴ്സിന്. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ റീവാലുവേഷൻ ആയിക്കോട്ടെ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ഇനി വരുന്ന രജിസ്ട്രേഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം പ്രോപ്പർലി ഹെൽപ്പ് ചെയ്ത് തരുന്നതിന് നമ്മുടെ ഹെൽപ്പ് ഡെസ്കും അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ലേണേഴ്സിൽ ചിലർക്കെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കും ഇംഗ്ലീഷ് എന്നുള്ളത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ആ ഒരു പ്രസന്റിങ് എത്രത്തോളം നമ്മൾ
പോർഷൻസ് കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സോ അത് ഓവർകം ചെയ്യുന്നതിനായിട്ടാണ് ലേൺവൈസ് നിങ്ങളുടെ മുന്നിലേക്ക് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം അഥവാ EEP എന്നുള്ളത് നമുക്ക് മുന്നോട്ട് വെക്കുന്നത്. അത് നിങ്ങളുടെ ആപ്പ് യൂസ് ചെയ്യുന്ന ലേണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. 2 വേർഷൻസ് ആയിട്ടാണ് നമുക്ക് EEP അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ അതായത് EEP 1.0 എന്നുള്ളത് ബേസിക് ലേണേഴ്സിനും അതുപോലെ തന്നെ അത് കവർ ചെയ്തതിന് ശേഷം സെക്കൻഡ് വേർഷൻ എന്നുള്ളത് അഡ്വാൻസ്ഡ് ഫോർമാറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു ഫോൾഡറിന്റെ അകത്ത് നമുക്ക് ഡെയിലി ടാസ്കുകളും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും വിത്ത് ലൈവ് സെഷൻസിന്റെ റെക്കോർഡിംഗ്സും ആയിരിക്കും നമുക്ക് അവൈലബിൾ ആവുന്നുണ്ടാവുക. സോ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കുന്ന ലേണേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് ഇപ്പൊ നമ്മൾ സിലബസ് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ ആ ഒരു EEP ക്ലാസ്സസ് കൂടി കവർ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വെൽ ബീയിങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു BBA എന്നുള്ള ആ ഒരു ഡ്രീം അക്കംപ്ലിഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ നമ്മൾ ഇത്രയാണ് നമ്മുടെ സിലബസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു റിസോഴ്സസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആവുന്നത്. സോ ഇതിന്റെ ഒരു കീ ടേക്ക് അവേസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സബ്ജക്ട്സ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്ട് സിലബസ് ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്തതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ബിസിനസ് ലോ അതുപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന സബ്ജക്ട്സുകൾ അല്ലെങ്കിൽ BCOC 133 ആൻഡ് BCOC 131 ഇതാണ് നമ്മുടെ ബിസിനസ് ലോ ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നുള്ള സബ്ജക്ട്സ്. ഈ 2 സബ്ജക്ട്സുകൾ നോക്കുകയാണെങ്കിൽ കോർ ഫൗണ്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്ട്സുകളാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കലി നമുക്ക് സ്കിൽഡ് ആവാൻ അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമ്മളെ ഏബിൾ ആക്കുന്ന സബ്ജക്ട്സുകളാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസും. ദെൻ മോഡേൺ കോണ്ടെക്സ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്ന സബ്ജക്ട്സുകളാണ് എൻവയോൺമെന്റ് സ്റ്റഡീസും അതുപോലെ തന്നെ ബിസിനസ് എത്തിക്സ് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കറന്റ്ലി നമ്മുടെ സൊസൈറ്റിയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സബ്ജക്ട്സ് ആണ് അല്ലെ. ആൻഡ് ഓൾസോ ഒരു സ്ട്രക്ചേർഡ് ലേണിംഗ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബിസിനസ് വുമൺ ആവേണ്ട ഒരു സ്കില്ല് നമുക്ക് ഈ ഒരു BBA കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. സോ നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ഇനോഗ്രേഷൻ സെഷൻ മുതൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്താണ് ന്യൂ ഹൊറിസോൺസ് ഫോം എന്നുള്ളത്. സോ നിങ്ങളത് കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഇത് ഷെയർഡ് ആണ്, പേഴ്സണലി ഷെയർഡ് ആയിരിക്കും. സോ ഇത് നിങ്ങൾക്ക് ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് മെന്റർ ഓർ LSAസിനെ കണക്ട് ചെയ്താൽ മതിയാവും, ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ബിക്കോസ് ഇത് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണെന്ന് നമുക്ക് പറയാം. കാരണം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സപ്പോർട്ടാണ് ആവശ്യം അല്ലെങ്കിൽ ലേൺവൈസിൽ നിന്ന് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സപ്പോർട്ടാണ് അവൈലബിൾ ആവേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു നോളജ് ലേൺവൈസിന് അല്ലെങ്കിൽ ലേൺവൈസിലെ മെന്റേഴ്സിന് കിട്ടുന്നത് ഈ ഒരു ഫോമിലൂടെ ആയിരിക്കും. സോ മസ്റ്റ് ആയിട്ടും എല്ലാവരും ഇത് ഫില്ല് ചെയ്യാത്തവരാണെങ്കിൽ ഈ ഫോം ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആൻഡ് ഓൾസോ കഴിഞ്ഞ സെഷൻസിൽ ഇതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി ഒരു 2 വീക്സിനടുക്കായിട്ട് നമ്മൾ ഓറിയന്റേഷൻ സെഷൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളത് ഫിനാലയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ഒരു കമ്മിങ് സെഷൻ എന്ന് പറയുന്നത് റാപ്പ് അപ്പ് സെഷൻ ആണ്. സോ ദാറ്റ് ഈസ് ദ ഫൈനൽ സെഷൻ എന്ന് പറയുന്നത് ഫൈനൽ സെഷൻ ഓഫ് ഓറിയന്റേഷൻ ആണ്. സോ ഇതുവരെ നിങ്ങൾ എങ്ങനെയാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത് അതിലും എനർജറ്റിക് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു സെഷനാണ് നമ്മുടെ റാപ്പ് അപ്പ് സെഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് അതിലായിരിക്കും നിങ്ങൾ ഓൾറെഡി ഇനോഗ്രേഷൻ സെഷനിലൊക്കെ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ ആക്റ്റീവ് ആയിട്ടുള്ള ലേണറെ സെലക്ട് ചെയ്യുന്നുണ്ടാവും, എല്ലാം പ്രോപ്പർ ആയിട്ട് ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡ് ലിസൺ ചെയ്ത് കൃത്യമായ രീതിയിൽ നമ്മുടെ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ലേണറെ സെലക്ട് ചെയ്യുന്നുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇനോഗ്രേഷൻ സെഷനിൽ നമ്മുടെ സാറ് അവിടെ ഇൻഫോം ചെയ്തതാണ്. സോ ആ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നതും അതുപോലെ തന്നെ നിങ്ങളെ വളരെയധികം എൻഗേജ്ഡ് ആക്കുന്ന ഒരു ഓഫ്ലൈൻ കോളേജ് ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതിനായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും ഇനി വരുന്ന റാപ്പ് അപ്പ് സെഷൻ എന്നത്. സോ അത് കണ്ടിന്യൂസ്ലി 24th മുതൽ 28th വരെ ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഡേയിലായിരിക്കും നിങ്ങളുടെ സെഷൻ എന്ന് പറയുന്നത്. സോ അത് എന്നാണ് എന്നുള്ളത് നിങ്ങളുടെ കൺസേൺഡ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുടെ മെന്റർ അത് ഇൻഫോം ചെയ്യുന്നുണ്ടാവും. സോ അതനുസരിച്ച് നിങ്ങൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. സോ നമ്മുടെ BBA എന്താണെന്നുള്ളതും അതുപോലെ തന്നെ BBAയുടെ സിലബസിനെ കുറിച്ചും BBAയുടെ അസൈൻമെന്റ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ഒരു വ്യൂ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. സോ നിങ്ങളുടെ ടൈം ടേബിൾ ഓൾറെഡി നിങ്ങൾക്ക് ഷെയർഡ് ആണ്. ആ ഒരു ആസ് പെർ ടൈം ടേബിൾ നിങ്ങൾ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ഓറിയന്റേഷൻ സെഷൻസിലേതൊക്കെ പോലെ തന്നെ ആക്റ്റീവ് ആയിട്ട് നാളെ മുതൽ അല്ലെങ്കിൽ നമുക്കിപ്പം എന്തെങ്കിലും ഒരു സിലബസിൽ കൺഫ്യൂഷൻ കൊണ്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാതെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ലേണേഴ്സ് ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു സിലബസിലെ സെഷനിലൂടെ നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. സോ മാക്സിമം നമ്മുടെ ആ ഒരു ഉള്ളിൽ ഒരു ഫയർ ഇപ്പൊ അവിടെ ഉണ്ടാവണം. അതായത് ഈ ഒരു സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും, നമുക്ക് ഇത്രയും ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്, ഇത്രയും റിസോഴ്സസ് അവൈലബിൾ ആണ്. സോ ഇതെല്ലാം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത്
നല്ലൊരു BBA ഹോൾഡേഴ്സ് ആയിട്ട് മാറട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു ഫോർ ജോയിനിങ്. ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.